ദൈവത്തിന്റെ സ്തോത്രം പഠിക്കുവാനായി കടന്നു വരുവാൻ അനുഗ്രഹമായ സമയത്തിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മൾ മലയാളത്തിലെ 6-ാം അധ്യായമാണ് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. നീതിയുടെ സംരക്ഷണം എന്ന 4-ാമത്തെ പ്രധാന ഹെഡിങ്ങിൽ ആണ് നാം ചിന്തിക്കുന്നത്. അത് 6 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളാണ് നീതിയുടെ സംരക്ഷണം എന്ന 4-ാമത്തെ പ്രധാന ശീർഷകം. അതിൽ 6-7 അധ്യായങ്ങൾ വിശുദ്ധീകരണം എന്ന വിഷയമാണ് പറഞ്ഞിരിക്കുന്നത്. 6-7 അധ്യായങ്ങളിൽ വിശുദ്ധീകരണത്തെ സംബന്ധിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 6-7 അധ്യായം. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തേജസ്കരണത്തെ സംബന്ധിച്ചാണ്. തേജസ്കരണം നമുക്കറിയാം, റോമാലേഖനത്തിലെ പ്രമേയം എന്ന് പറയുന്നത് വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് മനുഷ്യൻ നീതികെട്ടവനാണ്, പാപിയാണ്, അതുകൊണ്ട് അവന് നീതി അനിവാര്യമാണെന്നും, 2-ാമത്തെ ഭാഗത്ത് വന്നപ്പോൾ വിശ്വാസത്താൽ സൗജന്യമായി കൃപയാൽ നീതീകരണമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ നീതിയെ സംരക്ഷിക്കുന്നത് വിശുദ്ധീകരണവും ആണ് എന്ന് 6-7 അധ്യായങ്ങളിലും 8-ാം അധ്യായത്തിൽ തേജസ്കരണത്തെ സംബന്ധിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശുദ്ധീകരണത്തിൽ ആദ്യത്തെ ഭാഗം നമ്മൾ ചിന്തിച്ചു. 6-ാമത്തെ അധ്യായത്തെ ചിന്തിച്ചു. 7-ാം അധ്യായത്തിലേക്ക് പോവുകയാണ്. ഞാൻ 6-ാം അധ്യായത്തിൽ ആവർത്തിക്കുന്നില്ല, 7-ാം അധ്യായത്തിലേക്ക് പോവുകയാണ്. 6-ാം അധ്യായത്തിൽ പാപസംബന്ധമായി മരിച്ചു ക്രിസ്തുവിൻ്റെതായിട്ട് പാപവുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു. 7-ാം അധ്യായത്തിൽ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ 6-ാം അധ്യായത്തിൽ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. 7-ാം അധ്യായത്തിൽ ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. 7-ാം അധ്യായം ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. 7-ാം അധ്യായത്തിൽ പ്രമേയം ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. 2 വാദങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു കാര്യം പറയുമ്പോൾ, ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ കേൾവിക്കാർക്ക് നമ്മളൊരു കാര്യം നമ്മുടെ വീട്ടിൽ പറഞ്ഞാൽ ഒരു വ്യക്തി പറയുമ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് എന്തുണ്ടാവും? യോജിപ്പുണ്ടാകാം, വിയോജിപ്പുണ്ടാകാം, മറുചോദ്യം ഉണ്ടാകാം. അതിനാണ് അതങ്ങനെ ചെയ്താൽ അത് ഒരുപാട് യോജിക്കുന്നില്ല എന്ന് പറയുന്ന പോലെ വിയോജിപ്പുണ്ടാകും. ഒരു 2 വാദങ്ങളുണ്ട്. ഒന്നാമത്തെ വാദം, കൃപയാൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ, രക്ഷ സുനിശ്ചിതമാണെങ്കിൽ, നീതീകരണം ഉറപ്പിക്കപ്പെട്ടുവെങ്കിൽ, പാപമോചന ആത്മരക്ഷ സുനിശ്ചിതമാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാലം എങ്ങനെയും ജീവിക്കാമല്ലോ എന്ന ഒരു മറുചോദ്യം. അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കാമല്ലോ എന്ന ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ അല്ല, മറുഭാഗത്തു നിന്നുള്ള ആളുകളുടെ ഒരു പ്രതിവാദം, അങ്ങനെ ജീവിക്കാമല്ലോ എന്ന ഒരു പ്രതിവാദം. 2-ാമത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകളുടെ ചിന്ത, അല്ലെങ്കിൽ ന്യായപ്രമാണവാദികൾ പറഞ്ഞ 2-ാമത്തെ ഒരു വാദം എന്താണ്? വിശ്വാസത്താലാണ് രക്ഷ, ക്രിസ്തുവിന്റെ ക്രൂശമരണത്തിലാണ് രക്ഷ. പക്ഷേ പൂർണ്ണത പ്രാപിക്കാനായിട്ട് എന്ത് വേണം? പ്രവൃത്തി വേണം. അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ നിവർത്തിച്ചാല് പൂർണ്ണത പ്രാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്രിസ്തു മശീഹയാണ്, രക്ഷകനാണ്, പാപവിമോചനമാണ്, അവന്റെ ക്രൂശമരണമാണ് പാപമോചനത്തിനുള്ള മാർഗം. പക്ഷെ അത് ആ വ്യക്തി പൂർത്തീകരണത്തിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? അവന്റെ ഭാഗത്തു കൂടെ എന്ത് ചെയ്യണം? പ്രയത്നങ്ങൾ ആവശ്യമാണ്. ഈ വാദമാണ് വാദത്തിനെതിരെയാണ് ഗലാത്യലേഖനത്തിന് 3-ാം അധ്യായത്തിന് 1 മുതലുള്ള വാക്യങ്ങൾ
നമുക്കൊരു 2-3 വാക്യം അവിടെ നിന്ന് വായിക്കാം. 2-3 വാക്യങ്ങൾ അതിന്റെ ആരംഭം ഒന്ന് വായിക്കാം. ഗലാത്യലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചാൽ. നിങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ച ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ അതോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിപ്പിക്കുന്നത്? അവിടെ സമാപിപ്പിക്കുക എന്നത് അവസാനിപ്പിക്കുക എന്നുള്ള അർത്ഥമല്ല. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ രക്ഷിക്കപ്പെടുന്നത് എന്തിനാലാണ്? പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാലാണ്. അപ്പൊ പാപവിമോചനം യേശുവിന്റെ, അതാണ് അവിടെ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്ധം ചെയ്ത് മയക്കിയത് ആരാണ്? അപ്പൊ ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ നമുക്ക് സർവസ്വമുണ്ട്. നമ്മുടെ പൂർണ്ണത ക്രിസ്തുവിലാണ്. കൊലോസ്യർ 2:9-10 വാക്യങ്ങൾ, അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. സകല വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ക്രിസ്തുവിൽ നമുക്ക് സകലവുമുണ്ട്, നമ്മൾ പൂർണ്ണരാണ് എന്ന് നിങ്ങളെ പഠിപ്പിച്ചിട്ട് നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു? പൂർണ്ണരാകാൻ ശ്രമിക്കുന്നു. അവിടെ ഇംഗ്ലീഷ് വായിച്ചു 3-ാം വാക്യമല്ലേ? ആത്മാവ് കൊണ്ട് അതെന്താ വാക്യം? 3 വായിച്ചു. Are you trying to be perfect by flesh? അതല്ലേ പെർഫെക്റ്റ്. സമാപിപ്പിക്കുക എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആവാൻ ശ്രമിക്കുന്നുവോ? നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ട് പൂർണ്ണരാകാൻ എന്താ? അതിന് കാരണം എന്താ? പരിശീലന ജഡത്തിലെ ശരീരത്തിൽ പരിശീലനയേറ്റ് ശരീരം കൊണ്ട് കർമ്മം ചെയ്ത് ശരീരത്തെ ബന്ധിപ്പിച്ച് 21 ഉപയോഗിച്ച് കർമ്മങ്ങൾ ചെയ്ത് ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്ത് ശരീരം ഉപയോഗിച്ചുള്ള ഒരു പ്രവൃത്തിയാലും ദൈവസന്നിധിയിൽ എന്ത് ചെയ്യാൻ കഴിയില്ല? പൂർണ്ണരാകാൻ കഴിയില്ല. അത് ഫൂളിഷ്നെസ് ആണ്, അല്ലെ? ആർ യു സോ ഫൂളിഷ്? നിങ്ങൾ മലയാളത്തിൽ നിങ്ങൾ ഇത്ര ബുദ്ധി കണ്ടവരോ എന്നാണ്. അപ്പൊ ആ ചോദ്യത്തിനുള്ള, അതായത് ആ വാദത്തിനുള്ള ഉത്തരമാണ് 7-ാം അധ്യായം. അതായത് ന്യായപ്രമാണത്തിന്റെ ആവശ്യമില്ല പൂർണ്ണതയ്ക്ക്. ന്യായപ്രമാണത്തിന് ആരെയും എന്ത് ചെയ്യാൻ കഴിയില്ല? പൂർണ്ണരാകാൻ കഴിയില്ല. അതാണ്. ഓക്കെ, നമുക്ക് ആ വേദഭാഗത്തേക്ക് വരാം. അതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, നമ്മുടെ 7-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ന്യായപ്രമാണത്തിന്റെ അധികാരം എന്ന് പറഞ്ഞു. ന്യായപ്രമാണത്തിന്റെ അധികാരം കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ പോർഷൻ ഒന്ന് വായിച്ചതാണ്. അതുകൊണ്ട് അധികം ഞാൻ വിശദീകരിക്കുന്നില്ല. നമുക്കത് വായിച്ചു പോകാം. വായിച്ചാട്ടെ, ഞാൻ വായിക്കും. സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയാവുന്നവരല്ലോ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനിൽ കാണുന്നവ ന്യായപ്രമാണത്തിന്റെ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുകയോ? ഭർത്താവിന്റെ സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ വിധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃ ന്യായപ്രമാണത്തിന് ഒഴിവുള്ളതായി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായ വ്യഭിചാരിണി എന്ന് കരുതി. ഭർത്താവ് മരിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായ വ്യഭിചാരിണി എന്ന് വരാതൊന്നും ന്യായപ്രമാണത്തിന്റെ സൗന്ദര്യമാകുന്നു. അവിടെ 1-ാം വാക്യത്തെ മുഴുവൻ അത് വായിക്കാൻ കുറേശ്ശെ വായിക്കുന്നതായിരിക്കും നല്ലത്. അതായത് ആ 1-ാം വാക്യത്തിൽ കണ്ടോ, സഹോദരന്മാരെ ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ലേഖനത്തിൽ പലഭാഗത്ത് കാണുന്നത് റോമിലുള്ള ദൈവമക്കൾ വിജാതീയരാണ്. ജാതികളായ നിങ്ങളോട് എന്ന് പല പ്രാവശ്യം പറയുന്നുണ്ട്. 1-ാം അധ്യായം 1-ാം വാക്യം, അതുപോലെ 15-ാം അധ്യായം ഒക്കെ നമ്മൾ കാണുന്നുണ്ട്, ജാതികളായ നിങ്ങളോട്. പക്ഷെ അപ്പൊ ഇവരെങ്ങനെ ന്യായപ്രമാണം അറിയുന്നത് എന്ന് പറഞ്ഞാൽ, അവര് യഹൂദന്മാരായി തീർന്ന
വിജാതീയരായിരിക്കണം. ഹെലനിസ്റ്റിക് ജ്യൂസ് എന്ന് പറയും. നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രവൃത്തി 2-ാം അധ്യായത്തിലാണ് പ്രസ്താവനയുണ്ട്. യഹൂദ മതാനുസാരികൾ വായിച്ചിട്ട് ഓർമ്മ. അവിടെ 2-ന്റെ ഈ പെന്തക്കോസ്ത് നാളില് യെരൂശലേമിൽ വന്നു കൂടിയവരുടെ ആ ലിസ്റ്റ് പറയുമ്പോൾ 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലുണ്ട്. 10-ന്റെ ഒടുവിൽ ഇങ്ങനെയാണ്: റോമയിൽ നിന്ന് വന്നു പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും. യഹൂദൻ ജന്മനാലല്ല, യഹൂദന്മാരല്ല, പക്ഷെ യഹൂദ മതാനുസാരികളാണ്. വേറൊരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ 26-ാം അധ്യായത്തില് പൗലോസിന്റെ പ്രതിവാദത്തിൽ, 1-ാം പ്രതിവാദത്തില് അവിടെ, അതായത് റോമിലല്ല, തന്നെ പിടിച്ചപ്പോൾ അവിടെ കൈസരിയിൽ വെച്ചുണ്ടായ പ്രതിവാദത്തില് ഫെസ്തോസും അതുപോലെ അഗ്രിപ്പാ രാജാവിന്റെ മുമ്പിൽ താൻ വാദപ്രതിവാദം നടത്തുമ്പോൾ പറയുന്നുണ്ട്, രാജാവെ അങ്ങേക്ക് ഇതെല്ലാം അറിവുള്ളതല്ലോ എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം യഹൂദനല്ല, പക്ഷെ ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ പറയുന്നത്. അപ്പൊ ഈ ന്യായം എന്ന് പറഞ്ഞാൽ അവർക്കും ന്യായപ്രമാണം അറിയുകയും ന്യായപ്രമാണത്തിന് ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അപ്പൊ ന്യായപ്രമാണത്തിന്റെ കീഴിലിരിക്കാൻ അവർക്ക് എന്തുണ്ട്? താല്പര്യമുണ്ട്, ഇഷ്ടമുണ്ട് ന്യായപ്രമാണത്തിന് കീഴിലിരിക്കാനായിട്ട്. ഈ ഇതേ പ്രസ്താവന ഗലാത്യ ലേഖനത്തിൽ, റോമാലേഖനം, ഗലാത്യ ലേഖനം സമാന്തര ലേഖനങ്ങളാണ്. അപ്പൊ ഈ എന്താ പറയുന്നത്, അതേ വാക്ക് പറയുന്നുണ്ട് 4-ാം അധ്യായത്തിൽ ഗലാത്യ ലേഖനത്തിൽ. ന്യായപ്രമാണത്തിന് കീഴിലിരിക്കാൻ ഇച്ഛിക്കുന്നവരെ ന്യായപ്രമാണം പറയുന്നത് കേൾപ്പിൻ, എന്നോട് ചോദിപ്പിൻ, ഞാൻ പറയാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ന്യായപ്രമാണത്തിന് ജീവിച്ചിരിക്കുന്ന മനുഷ്യന് വേണ്ടുന്നുണ്ട്. നന്നായിട്ട് എന്നുണ്ട്, മനുഷ്യൻ ജീവനോടിരിക്കുന്ന കാലത്തൊക്കെ ന്യായപ്രമാണത്തിന് അവന്റെ മരിച്ചു കഴിഞ്ഞാൽ അധികാരമുണ്ടോ? ഇല്ല. മരിച്ച ആളുടെ മേല് ഒന്നിനും എന്തില്ല, അധികാരമില്ല. അപ്പൊ അതിനൊരു ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ് വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട്. എന്താ, ഭർത്താവ് ജീവിച്ചിരിക്കെ സ്ത്രീ ഭർത്താവുമായിട്ട് ഭർത്തൃന്യായ പ്രമാണം പ്രകാരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾക്ക് വേറെ ഒരുവനായാൽ കുറ്റമില്ല, അല്ലെങ്കിൽ അവൾക്ക് വ്യഭിചാരിണി എന്ന് പേര് വരും. നമ്മുടെ ആൾക്കാർക്ക് വല്ല ബോധമുണ്ടോ? പച്ചയ്ക്ക് എഴുതി വെച്ചിരിക്കുക എന്ത്, ഭർത്താവ് ജീവിച്ചിരിക്കെ, ഭാര്യ ജീവിച്ചിരിക്കെ വേറൊരുവനോ ആയാൽ എന്താ വിളിക്കേണ്ടത്? ഞാൻ പറയുന്നതാണോ മോഹൻചേട്ട? ഇത് എന്റെ ഭാഷ്യമല്ല, കർത്താവ് പറഞ്ഞാണ്. മത്തായി 19 ഇവിടെ അവരാരാ? ഒരു മനുഷ്യൻ ഈ ഭർത്താവ് ഭാര്യ ജീവിച്ചിരിക്കെ മറ്റൊരു വിവാഹം കഴിച്ചാൽ, സാധാരണ ഒരു മനുഷ്യന് അബദ്ധം പറ്റിയൊരു തെറ്റ് ചെയ്താൽ, ലൈംഗിക പാപം ചെയ്താൽ, അത് ഒരിക്കൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പറ്റുന്ന ഒരു തെറ്റാണ്. ഇതെങ്ങനെയാണ്? ഇത് നിരന്തരം ആ വ്യക്തി എന്ത് ചെയ്യാം? ആ വ്യക്തി ആരാണ്? എന്താ പറഞ്ഞിരിക്കുന്നത്? വ്യഭിചാരിയാണ്. നിരന്തരം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഉദാഹരണം അല്ല നമ്മുടെ വിഷയം. ഞാൻ ആ ഉദാഹരണം വായിച്ച് പെട്ടെന്ന് ഞാനത് പറയാനായിട്ടുള്ള കാരണം, ആളുകൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. പലതും പ്രശ്നമല്ലാതായി, കുറ്റമല്ലാതായി, പാപമല്ല, അതിനെ ഈ ചെറിയ മീനിട്ട് വലിയ മീനെ പിടിക്കുന്ന പരിപാടിയാണ്. അങ്ങനെയാണെങ്കിൽ അതെന്താണ് ഇതെന്താണെന്ന് ചോദിച്ച് വലിയ വലിയ കാര്യങ്ങൾ സമൂഹത്തെ മുഴുവൻ പരാജയപ്പെടുത്തുന്ന, ദുഷിപ്പിക്കുന്ന, മലീമസമാക്കുന്ന, പുളിപ്പിക്കുന്ന. 1-ാം അധ്യായത്തില് നസാര കുരുമാവ് വിഷയമില്ല, അവിടെ എന്തൊക്കെ മുഴുവനും പുളിപ്പിക്കുക. നമ്മൾ സബ്ജക്റ്റിലേക്ക് വരാം. അപ്പൊ ആ വ്യക്തി മരിച്ചാൽ
ആ ബന്ധം എന്ത് ചെയ്തു? അവസാനിച്ചു. അതാണ് ഇവിടുത്തെ പോയിന്റ്. അത്രേ ഉള്ളൂ ഇവിടുത്തെ പോയിന്റ്. ജോൺസൺ ക്രിസ്തുവിൽ മരിച്ചപ്പോൾ 6-ാം അധ്യായം പറയുന്നു പാപവുമായിട്ടുള്ള ബന്ധം പാപസംബന്ധമായി മരിച്ചു. ഇവിടെ പറയുന്നു അതിന്റെ 4 മുതലുള്ള വാക്യം, അതുകൊണ്ട് സഹോദരന്മാരെ നാം ദൈവത്തിന് ഫലം കഴിക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി നിങ്ങൾ എന്ത് ചെയ്തു? ന്യായപ്രമാണം അല്ല മരിച്ചത് കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കണം, ന്യായപ്രമാണം അല്ല മരിച്ചത്, പിന്നെ നമ്മളാണ് മരിച്ചത്. നമുക്ക് മരിക്കാൻ സമ്മതമല്ല. ഞാനത് നേരത്തെ പറഞ്ഞു, ഒരാൾ രക്ഷിക്കപ്പെട്ടെങ്കിൽ ആ ആള് ചെയ്യണം, മരിക്കണം. ആ ആളിനെ കഴിഞ്ഞ ആഴ്ചയും മുമ്പത്തെ ആഴ്ചക്ക് ഞാൻ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്, ആ വ്യക്തിക്ക് ഒരു ഇഷ്ടമില്ല സ്വന്തമായിട്ട്. യേശുവിനെ ആരായിട്ട് സ്വീകരിക്കണം? കർത്താവ്. യേശുവാണെന്റെ കർത്താവ്, യേശുവാണെന്റെ ലോർഡ് മാസ്റ്റർ. യേശുവിനെ കഴിഞ്ഞ് എനിക്ക് എന്തുള്ളൂ, എനിക്ക് എന്റേതായിട്ടുള്ള യാതൊന്നുമില്ല. അങ്ങനെ സ്വീകരിക്കുക. അതുകൊണ്ട് ഞാൻ ആ വ്യക്തി എന്ത് ചെയ്തു? മരിച്ചു. ആ മരിച്ച ആള് എന്ന് പറഞ്ഞാൽ ആര് മുഖാന്തരമാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്? ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരം ക്രൂശിൽ ബലിയർപ്പിക്കപ്പെട്ടപ്പോൾ അതോടുകൂടെ ചേർന്ന് ഞാനും മരിച്ചു. അതിനാൽ ഞാൻ ന്യായപ്രമാണത്തിന് എന്റെ മേലുള്ള അധികാരം നഷ്ടപ്പെട്ടു. എന്റെ മേൽ എന്തില്ല? ന്യായപ്രമാണത്തിന് അധികാരമില്ല. അപ്പൊ നമ്മൾ ചോദിക്കും, എന്റെ പൊന്നു സഹോദരനാണ്, ഇത് നമ്മൾക്ക് ന്യായപ്രമാണമായിട്ട് എന്ത് ബന്ധം? ഇത് നമ്മൾ ഇവിടെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, എല്ലാ കാലത്തും കാര്യമുണ്ട്. എല്ലാ കാലത്തും എല്ലായിടത്തും ന്യായപ്രമാണമാകുന്നുണ്ട്, അല്ലെങ്കിൽ കർമ്മമാർഗം. ലോകത്തിലെ സകല മതങ്ങളും, ക്രിസ്തു മതം ഉൾപ്പെടെയുള്ള സകല മതങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താ? കർമ്മമാർഗമാണ്. കർമ്മം ചെയ്യാതെ പൂർണ്ണതയിലെത്താൻ കഴിയില്ല. ലേഖനങ്ങളെല്ലാം കൊലോസ്യൻസിലേക്ക് വരുമ്പോൾ നോസിസം, അവിടെ നോസിസം ജ്ഞാനവാദം കൊണ്ട് ന്യായപ്രമാണവാദമുണ്ട്. അതിന് രണ്ടിന്റെ പേരാണ് കൊലോസ്യ ലേഖനം, ഗലാത്യ ലേഖനം. ലേഖനങ്ങളെല്ലാം എടുത്ത് വെച്ച് ഓരോ വാദങ്ങളാണ്. അപ്പൊ ഈ കാലഘട്ടത്തിലുണ്ട് ഏത് മതം എടുത്താലും അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിനെ സാധൂകരിക്കുന്ന ഒരു വാക്യമുണ്ട്. എബ്രായലേഖനം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 9-ാം അധ്യായത്തിൽ സമാഗമ കൂടാരവുമായി ബന്ധപ്പെട്ട് മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സദൃശ്യമാകുന്നു. ഏത്? സമാഗമന കൂടാരത്തിന്റെ ആദ്യ ഭാഗമായ വിശുദ്ധ സ്ഥലം എന്ന കൂടാരം. കാരണം പുറത്ത് പ്രാകാരത്തിൽ മുറ്റത്ത് നിൽക്കുന്ന സാധാരണക്കാരൻ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, അതിവിശുദ്ധ സ്ഥലം കാണാൻ കഴിയുന്നില്ല. അതിനുവേണ്ടി വർഷത്തിലൊരിക്കൽ കഴിക്കുന്ന മഹാമാപരിഹാര വഴിയുടെ ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് മനസ്സിലാക്കാനും കാണാനും സാധിക്കുന്നില്ല. കാരണം അടുത്ത് എന്തോ നിൽക്കുന്നുണ്ട്, ഒരു കൂടാരക്കാരൻ. എന്നിട്ട് അവിടെ പറയും, ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു എല്ലാ കാലത്തും അതൊരു സദൃശ്യം. എന്നിട്ട് അതെന്താണ് പറയുന്നത്? അതിനൊത്തവണ്ണം ആരാധനക്കാരന് മനസ്സാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാട് യാഗങ്ങളും നിരന്തരമായി ചെയ്യുന്ന കർമ്മങ്ങളാണ് മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ എന്ത് ചെയ്യുന്നത്? അകറ്റുന്നത്. അത് ഈ കാലത്തേക്ക് സദൃശ്യമാണെന്ന്. അപ്പൊ എല്ലാ കാലത്തും ഉള്ള എല്ലാവരുടെ മേലുമുള്ള മതത്തിന്റെ അധികാരം എന്നേക്കുമായി ഇല്ലാതാക്കുന്നതാണ് ഒരു വ്യക്തി ക്രിസ്തുവിനോട് കൂടെ മരിക്കുമ്പോൾ. നാം ഏത് മതത്തിലായിരുന്നോട്ടെ, ഏത് സമുദായത്തിലായിരുന്നോട്ടെ, ആ വ്യക്തി യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കുമ്പോൾ ആ വ്യക്തി എന്ത് ചെയ്തു? മരിച്ചു. മരിച്ച ആൾക്ക് മേലെ പറയാ, നീ എന്ത് പരിപാടി കാണിച്ച് നമ്മുടെ ഇത്രയും വലിയ എന്താ ഇത്രയും വലിയ സമുദായം, പള്ളിയും 10 ഇത്രയും വലിയ മതമൊക്കെ 6-7 പേരുള്ള എന്താ പറയുക
ബന്ധക്കോസ്തക്കാരോട് ബന്ധക്കോസ് എന്ന് പറയുന്നത് തന്നെ പല എന്താ ഭാഷയിൽ അത് പറയുന്നു. ഓക്കെ, നിങ്ങൾ പോയി 47 പേര് നീ ഇത് ജനിച്ച ആളല്ലേ, ശരിയാണ്. പക്ഷെ ആ ആളെന്ത് ചെയ്തു? അതിൽ ജനിച്ച അതിന് അധികാരമുള്ള ജോൺസൺ മരിച്ചു. പിന്നെ മരിച്ചു. ന്യായപ്രമാണ സംബന്ധമായി, ക്രിസ്തുവിന്റെ ശരീര സംബന്ധമായി ശരീര മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. എന്തിനാണത്? നാം ദൈവത്തിന് നാളെ വായിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവന് അറിയേണ്ടത്. അത് തെറ്റില്ല. മരിച്ചു, മരിച്ചിട്ടാണ് വേറൊരുവനെ ചെയ്തത് ആയത്. ഓക്കെ, നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിന്റെ വഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് അത് നോക്കാവും. 6-ാമത്തെ വാക്യം പറഞ്ഞു. അവിടെ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായെന്നുള്ളത് ഓൾക്ക് വായിച്ചത് ശ്രദ്ധിച്ചോ? വി ഹാവ് ബീൻ ഡെലിവേർഡ് ഫ്രം ദ ലോ. ന്യായപ്രമാണത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു, സ്വതന്ത്രരായി എന്നുള്ളതാണ്. അതായത് 6-ാം അധ്യായത്തിൽ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. 7-ാം അധ്യായത്തിൽ നമ്മുടെ മേൽ ന്യായപ്രമാണത്തിന് അധികാരമുണ്ടായിരുന്നു. ആ ന്യായപ്രമാണത്തിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ സ്വതന്ത്രരായി. അവിടെ വാക്കുകൾ ശ്രദ്ധിക്കണം. 6-ാം വാക്യം, ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം ഇത് വല്ലാതെ പൊയ്യുവാനാണ്. ഈ മതത്തിന്റെ മതം എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുന്നത്, ഒരു മാസ്മരിക ശക്തിയുള്ള ഒരു സാധനമാണ്. എത്രയോ ആളുകൾ സത്യം ഗ്രഹിച്ചിട്ടും കർത്താവ് ഭൂമിയിലായിരുന്ന സമയത്ത് പോലും യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 39 മുതൽ 42 വരെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു. പള്ളിഭ്രഷ്ടരാകാതിരിക്കേണ്ടതിന് പരീശന്മാർ നിമിത്തം ഏറ്റു പറഞ്ഞില്ല. എന്ത് ചെയ്തു? വിശ്വസിച്ചു. എന്ത് ചെയ്തില്ല? ഏറ്റു പറഞ്ഞില്ല. അതവിടെ പോയിന്റ്. ഏറ്റു പറയുക, മനുഷ്യന്റെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്ന, ഏറ്റു പറഞ്ഞില്ല. എന്തുകൊണ്ട് ഏറ്റു പറഞ്ഞില്ല? പള്ളി ഭ്രഷ്ടരാകാതിരിക്കാൻ. എന്നിട്ട് അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? അവർ ദൈവത്തിൽ നിന്നുള്ള മാനത്തേക്കാൾ മനുഷ്യനിൽ നിന്നുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. അതാണ് ഈ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം അവർ 6-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ മതം പിടിച്ചടക്കിയിരിക്കുക മനുഷ്യൻ. അപ്പൊ അതിൽ നിന്ന്, അതിന്റെ അധികാരത്തിൽ നിന്ന് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് കിട്ടി സ്വാതന്ത്ര്യം കിട്ടി. 6-ാം അധ്യായത്തിൽ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പോലെ മതത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്ന്, മതത്തിന്റെ നിയമങ്ങളിൽ നിന്ന്, മതത്തിന്റെ നിരർത്ഥകതയിൽ നിന്ന് നമുക്ക് എന്നേക്കുമായി ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം ലഭിച്ചു. ഓക്കെ, അത് ചോദ്യം വരും. നിങ്ങൾ പറയുന്നത് ന്യായപ്രമാണത്തെ എന്തോ വലിയൊരു അപരാധമായിട്ടാണല്ലോ പറയുന്നത്. ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു എന്നൊക്കെ പറയുമ്പോൾ ന്യായപ്രമാണം എന്തോ കുഴപ്പമുള്ള ഒരു സാധനമായിട്ടാണല്ലോ പൗലോസെ നിങ്ങൾ അവതരിപ്പിക്കുന്നത്. അതാണ് അടുത്ത ചോദ്യം. 7-ാം വാക്യം അല്ലേ? അതാ ചോദ്യം. കണ്ടോ, ന്യായപ്രമാണം. അതായത് നിങ്ങൾ പറഞ്ഞു 6-ാം അധ്യായത്തിൽ പൗലോസ് നിങ്ങൾ പറഞ്ഞു പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. എന്നിട്ട് അതേപോലെ തന്നെ ഇവിടെ 7-ാം അധ്യായത്തിൽ നിങ്ങൾ പറയുകയാണ് ന്യായപ്രമാണത്തിൽ നിന്ന്. അപ്പൊ പാപത്തോട് നിങ്ങൾ എന്തിനെ തുല്യപ്പെടുത്തി? ന്യായപ്രമാണത്തെ തുല്യപ്പെടുത്തി. ന്യായപ്രമാണം പാപമാണ്. അതെന്തോ നിങ്ങൾ അങ്ങനെ പറയുന്നത്? അതോ ലോജിക്കലായിട്ടാണ് അത് അവതരിപ്പിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിന് അങ്ങനെ ഇടയിൽ പറയും.
നമ്മുടെ വിശ്വാസത്തിന് കൃത്യമായ കാര്യകാരണങ്ങൾ ഉണ്ട്. അന്ധവിശ്വാസമല്ല, കൃത്യമായിട്ടുള്ള ന്യായങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ അതിനുള്ള ഉത്തരമാണ് 7 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. അതായത് ന്യായപ്രമാണത്തിനെ കുറിച്ച് നിങ്ങൾ എന്താ ന്യായപ്രമാണത്തെ അങ്ങനെ കണക്കാക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ന്യായപ്രമാണം പാപമാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ഒരിക്കലുമല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരു നാളും അരുത്. ഇനി ആദ്യത്തെ ഭാഗത്ത് ന്യായപ്രമാണത്തിന്റെ അധികാരം, രണ്ടാം ഭാഗത്ത് എനിക്ക് ചിന്തിക്കാനായിട്ട് പോകുന്നത് ന്യായപ്രമാണത്തിന്റെ കാര്യ നിർവഹണം. ന്യായപ്രമാണം എന്ത് ചെയ്യുന്നു എന്നതാണ് 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ന്യായപ്രമാണത്തിന്റെ കാര്യനിർവഹണം, ന്യായപ്രമാണം എന്ത് ചെയ്യുന്നു എന്നതാണ് അവിടെ പറയുന്നത്. 7 മുതൽ 13 വരെയുള്ള വാക്യം. അത് 7-ാം വാക്യത്തിന് ആദ്യത്തെ കാര്യം പറഞ്ഞു. 7-ാം വാക്യം ന്യായപ്രമാണം പാപമെന്നും ഒരു നാളും എഴുതരുത്. എങ്കിലും ന്യായപ്രമാണത്തിലല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുതെന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. 3-ാമത്തെ ആയതിന്റെ 20-ാം വാക്യത്തിന് 4-15 പറഞ്ഞിട്ടുണ്ട്. ന്യായപ്രമാണത്തിന്റെ കാര്യനിർവഹണം എന്താ? ന്യായപ്രമാണ മുഖാന്തരം പാപത്തിന്റെ പരിജ്ഞാനം ഉണ്ടാകുന്നു. പാപം എന്താണ് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുന്ന, ബോധ്യപ്പെടുത്തുന്ന ഉത്തരവാദിത്വമാണ് ഇതിനുള്ളത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞിരുന്നു. അതിന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞു. നമുക്ക് അസുഖം വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ടും ഡോക്ടർക്ക് മനസ്സിലായാലും ഡോക്ടർ പറയും ഇതെന്ത് ചെയ്യണം, ഒരു സ്കാൻ ചെയ്യണം. സ്കാൻ, CT സ്കാനോ അല്ലെങ്കിൽ MRI സ്കാൻ. സ്കാൻ ചെയ്യുന്നതിനാ ഈ വ്യക്തിക്ക് എന്താണ് കുഴപ്പം എന്നുള്ളത്, ശരീരത്തിന് എന്താണ് കുഴപ്പം എന്നുള്ളത് ഡയഗ്നൈസ് ചെയ്യാം. അത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഭാഗമാണ് സ്കാൻ. CT സ്കാൻ മെഷീൻ ആ രോഗത്തെ ചികിത്സിക്കും. രോഗം എന്താണെന്നുള്ളത് പറയും. അതുതന്നെയാണ് ഇതാണ് എന്റെ രോഗം. എന്താണ് രോഗം? മോഹം. മോഹം ഒരു പാപമാണ് എന്ന് ന്യായപ്രമാണം പറഞ്ഞില്ലായിരുന്നെങ്കിൽ സാധനമായിട്ട് എന്ത് ചെയ്തോണ്ടിരുന്നത്? മോഹിച്ചുകൊണ്ട് ഇത് ഉള്ളിലല്ലേ, വല്ല കുഴപ്പമുണ്ടോ? പക്ഷെ ന്യായപ്രമാണം പറഞ്ഞു, യാക്കോബിന്റെ ലേഖനം പറഞ്ഞു, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം ഒഴുത്തിട്ട് മരണത്തെ തീർന്നു. ശരിയാണ്, അവിടെയാണ് ഇതിന്റെ ഒരു കുഴപ്പം, ആരംഭം. ഇത് ആരെ പഠിപ്പിച്ചത്? ന്യായപ്രമാണം, 10-ാമത്തെ കൽപ്പന, മോഹിക്കരുത്. അപ്പൊ ന്യായപ്രമാണത്തിന്റെ കാര്യനിർവഹണം ഒന്ന്, ന്യായപ്രമാണം നമ്മൾ പഠിപ്പിക്കുന്നു പാപം എന്താണ്. 8-9 വാക്യങ്ങൾ. ന്യായപ്രമാണം പാപത്തെ ഉണർത്തുന്നു. ന്യായപ്രമാണം പാപത്തെ ഉണർത്തുന്നു. 8-9 വാക്യങ്ങൾ. പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ നിന്ന് സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. ന്യായപ്രമാണം കൂടാതെ പാപം നിർജ്ജീവമായിരുന്നു ആകുന്നു. ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചു, എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ നയിക്കുകയും ചെയ്തു. അതായത് ഈ നമ്മൾ സാധാരണ പറയാറുള്ളത് നിയമം ഉള്ളിടത്ത് നിയമ ലംഘനവുമുണ്ട്. സാധാരണ പറയുന്ന ഒരു ഉദാഹരണമാണ്, ഇവിടെ ഈ മേശപ്പുറത്ത് ഒരു പാത്രം കമഴ്ത്തി വെച്ചിരിക്കും. ഒരു പാത്രം കമഴ്ത്തി വെച്ചിരിക്കും എന്ന് പറയുക, ആരും തുറന്നു നോക്കരുത്, ഞാൻ പോയിട്ട് വരുന്നവരെ നിങ്ങൾ ഇതാരും തുറന്നു നോക്കരുത് എന്ന് പറഞ്ഞാലുണ്ടാവും. തുറന്നു നോക്കും, പക്ഷെ അത് എന്തുകൊണ്ടാണ്? നിയമം, ആ നിയമം അത് ഇന്ന കാര്യം ചെയ്യരുത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും പാത്രത്തിന്റെ അടിയിൽ എന്തായിരിക്കും എന്നുള്ള ഒരു ത്വര. നിയമമുള്ളയിടത്ത് നിയമ ലംഘനം. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 5-ാം തീയതി നമ്മൾ വിശദീകരിച്ചാണ്. അന്ന് പാപം ഇവിടെ പറഞ്ഞിരിക്കുന്നത് സജീവമായി തീർന്നു അല്ലെ? 8-ാമത്തെ വാക്യത്തിൽ ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകുന്നു. ന്യായപ്രമാണം വന്നപ്പോ, കൽപ്പന വന്നപ്പോ എന്തായി? അത് സജീവമായി തീർന്നു. അപ്പൊ അത് ലംഘിക്കാനായിട്ട് ഷുഗർ വന്നു കഴിയുമ്പോൾ
മധുരം തിന്നണമെന്ന് അല്ലേ? ഷുഗർ വരുന്നത് വരെ ആ പ്രശ്നം ഇല്ല. ഷുഗർ വന്നു കഴിയുമ്പോൾ നമ്മൾ രാത്രി 12 മണിക്ക് ആരും കാണാതെ പോയി ഫ്രിഡ്ജ് തുറന്ന് അത് നിയമമുള്ളിടത്ത് ലംഘിക്കാനായിട്ടുള്ള കുറയുണ്ട്. അത് സജീവമായി തീരുന്നു. സജീവമായിട്ട് ഞാൻ ഉദാഹരണം പറഞ്ഞു. ഇതാണ് എല്ലാ മേഖലകളിലും എല്ലായിടത്തും ഏതിനോടാണോ ഏതാണോ അരുതെന്ന് പറയുന്നത് അത് ചെയ്യാനുള്ള ന്യായപ്രമാണം നമുക്ക് സജീവമായി. ഞാൻ 9-ാം വാക്യം എന്ന് പറയട്ടെ. ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു, എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും എന്താ പറയുന്നത് പറഞ്ഞു പറഞ്ഞു. പറയാം 9-ാം വാക്യം അവിടെ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു കാലത്ത് ഞാൻ ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു, എന്നാൽ ന്യായപ്രമാണം കൽപ്പന വന്നപ്പോൾ അല്ലേ എന്താ എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ അതെന്താ വലിയ തെറ്റായി അപരാധമാണെന്നുള്ള. അപ്പൊ ഇവിടെ അവിടെ എന്റെ ചോദ്യമല്ല, അവിടെ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ഞാനാരാ? പൗലോസ് ഉള്ളപ്പോ ന്യായപ്രമാണമല്ലോ. പൗലോസ് ജനിച്ച ന്യായപ്രമാണമുള്ള സമയത്തല്ലേ. അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 7-ാം അധ്യായത്തിൽ പറയുന്ന ഞാൻ, ഈ 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഈ 7-ാം അധ്യായത്തിൽ പറയുന്ന ഞാൻ പൗലോസ് അല്ല. പിന്നെ ആരാ? ആദം മുതൽ ക്രിസ്തു വരെയുള്ള സകല മാനവവർഗത്തെയാണ് അത് പ്രതിദാനം ചെയ്യുന്നത്. ആദം മുതൽ ക്രിസ്തു വരെ, അത് 5-ാം അധ്യായം പറഞ്ഞല്ലോ. ആദം മുതൽ മോശ വരെയും പാപം വാണിരുന്നു, മരണം മൂലം വാണിരുന്നു ഇല്ലേ? ഈ നിയമമില്ലാത്ത ഇടത്തൊന്നും ഉണ്ടായിരുന്നു മരണം, പാപവും മരണവും ഉണ്ടായിരുന്നു. ആദം മുതൽ മോശ വരെ എന്നവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതേ സമാനമായ ഒരു പോഷണമല്ലേ. അപ്പൊ ഇവിടെ ഞാനെന്ന് പറയുന്നത് ആരല്ല? പൗലോസ് അല്ല, മാനവവർഗത്തെ പൊതുവായി പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ന്യായപ്രമാണം ഇല്ലാത്ത സമയത്ത് അതിനെക്കുറിച്ച് കൽപ്പന ഇല്ലാത്തപ്പോൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നില്ല, ചിന്തിക്കുന്നില്ല. പക്ഷെ എന്താ ചെയ്യുന്നത്? തെറ്റ് തന്നെയാണ്. പക്ഷെ ന്യായപ്രമാണം വന്നപ്പോൾ ഞാൻ ആരാ ചെയ്യുന്നു? തൊടുന്നും പിടിക്കുന്നതും ഒക്കെ തെറ്റായി. ഞാൻ എന്ത് ചെയ്തു? ഞാൻ മരിച്ചു. അടുത്ത ഭാഗം 10-11 വായിക്കുന്നു. ന്യായപ്രമാണം എന്നെ കുറ്റം വിധിക്കുന്നു, അല്ലെങ്കിൽ മരണത്തിന് വിധിക്കുന്നു. ഒന്നാമത് നമ്മൾ ചിന്തിച്ചത് ന്യായപ്രമാണം പാപത്തെ വെളിവാക്കുന്നു, 7-ാം വാക്യം. രണ്ടാമത് ന്യായപ്രമാണം പാപത്തെ ഉണർത്തുന്നു, 8-9 വാക്യങ്ങൾ. 3 ന്യായപ്രമാണം എന്നെ കുറ്റം വിധിക്കുന്നു, അല്ലെങ്കിൽ മരണത്തിന് വിധിക്കുന്നു, 10-11 വാക്യങ്ങൾ. ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു എന്ന് ഞാൻ കണ്ടു. പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്യണം. പാപം ചെയ്യുന്നത് ചെയ്യുകയും ചെയ്യണം, മരിക്കണം. അതല്ലേ പറഞ്ഞേ ന്യായപ്രമാണത്തിൽ. അപ്പൊ പാപത്തിന് ശിക്ഷയുണ്ടെന്നും പാപം ചെയ്യുന്നവൻ മരിക്കണം, അവന് ശാരീരികമായും അല്ലെങ്കിൽ നിത്യമായൊരു മരണമുണ്ട് എന്ന പ്രമാണമൊന്നും. അപ്പൊ ഞാനെന്ത് ചെയ്തു? മരിച്ചു. എന്നെ കുറ്റം വിധിച്ച് മരണം വിധിക്ക് വിധേയനാക്കി തീർത്തതാണ് ന്യായപ്രമാണം. അടുത്ത വർഷം 12-13 ന്യായപ്രമാണം എന്നിലെ പാപനിറവിനെ വെളിപ്പെടുത്തുന്നു. ന്യായപ്രമാണം എന്നിലെ പാപനിറവിനെ വെളിപ്പെടുത്തുന്നു, 12-13. ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. എന്നാൽ നന്മയായുള്ളത് എനിക്ക് മരണകാരണമായി തീർന്നു എന്നോ ഒരു നാളും വരുത്. ന്യായപ്രമാണമല്ല, പക്ഷെ പാപം അത്രേ മരണമായി തീർന്നത്. അത് നന്മയായുള്ളതിനെ കൊണ്ട് എനിക്ക് മരണം ഉളവാക്കുന്നതിനാൽ പാപമെന്നും തെളിയേണ്ടതിനും കൽപ്പനയാൽ അത്യന്തം
പാപമായ എന്ന് പറഞ്ഞാൽ എന്നിലെ പാപത്തിന്റെ നിറവിനെ ന്യായപ്രമാണം ചെയ്തു പുറത്ത് കൊണ്ടുവന്നു. അതുവരെ ഉണ്ടായിരുന്നു ന്യായപ്രമാണം വന്നപ്പോൾ ഞാൻ ഏറ്റവും അശുദ്ധനാണ്, മോശമാണ് എന്ന് ന്യായപ്രമാണം ചെയ്തു തെളിയിച്ചു. അടുത്ത ഭാഗത്തിലേക്ക് വരികയാണ്. ന്യായപ്രമാണത്തിന്റെ കഴിവില്ലായ്മ, നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. ന്യായപ്രമാണത്തിന്റെ കഴിവില്ലായ്മ ഒരു വാക്കുണ്ട്, നിഷ്പ്രയോജനം. ഒന്നാമത്തേതിന്റെ നിഷ്പ്രയോജന നിമിത്തം എന്ന് 7-ാം അധ്യായത്തിൽ പറയണം. അത് പ്രയോജനമുള്ളതായിരുന്നുവെങ്കിൽ മറ്റൊന്നിന് ആവശ്യമില്ലായിരുന്നു എന്ന് 7-ാം അധ്യായത്തിൽ പറയുന്നത്. അപ്പൊ ഒന്നാമത്തേതിന് നിഷ്പ്രയോജനം അല്ലെങ്കിൽ അപര്യാപ്തത, കഴിവില്ലായ്മ, പോരായ്മ, വിശദീകരിക്കുമ്പോ ആ കറക്റ്റ് വേർഡ് കിട്ടുകയാണെങ്കിൽ പറയണം. ഓക്കെ, 14 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. 14 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ന്യായപ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നുവല്ലോ. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ. പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ. അതെന്താണ്? ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനല്ല പകയ്ക്കുന്നതിനത്രേ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. എന്നിലെന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതുമില്ല. 19 ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ദഗ്ധനാക്കി കളയുന്നു. അതായത് ഒന്ന് നോക്കിയേ 12-ാമത്തെ വാക്യത്തിൽ എന്റെ ഒടുവിൽ ഞാൻ ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും. അവൻ ന്യായപ്രമാണം എന്തൊക്കെയാണ്? വിശുദ്ധമാണ്, ന്യായമാണ്, നല്ലതാണ്. 14-ാം വാക്യം ന്യായപ്രമാണം ആത്മീകം. ഓക്കെ, ന്യായപ്രമാണം നല്ലതാണ്, വിശുദ്ധമാണ്, ന്യായമാണ്, ആത്മീയമാണ്. പക്ഷെ ഞാൻ 14-ാം ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി. ന്യായപ്രമാണം നല്ലതാണ്, പക്ഷെ ഞാൻ ബലഹീനൻ, എനിക്ക് എന്ത് കഴിയുന്നില്ല. ഏതാ നീതി പ്രവർത്തിക്കാൻ, ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞ നല്ലത് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, പിന്നെ ആഗ്രഹിക്കാത്ത, വേണ്ട എന്ന് ചിന്തിക്കുന്ന, തെറ്റാണെന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ചെയ്യാൻ ആഗ്രഹിക്കുന്ന, വേണ്ടുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല. എന്നിട്ട് ഒരു പ്രസ്താവന അവിടെ പറഞ്ഞു, എന്താ? അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനും ചെയ്യരുത് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും എന്നെ സഹായിക്കാം. ന്യായപ്രമാണത്തിൽ കഴിയുമായിരുന്നു എങ്കിൽ ന്യായപ്രമാണം നല്ലതെന്ന് ഞാൻ അംഗീകരിക്കാമായിരുന്നു. അപ്പൊ ഈ എന്റെ അവയവങ്ങളിൽ, എന്നിൽ എന്ന് വെച്ചാൽ എന്റെ, അത് ശ്രദ്ധിക്കണം, അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. എന്നിൽ എന്ന് വെച്ചാൽ എവിടെയാണ് നന്മ വസിക്കുന്നില്ല. 18 കൂടെ ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന. എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. അപ്പൊ ജഡത്തിൽ വസിക്കുന്ന ഞാൻ
ആ നിസ്സഹായനാണ്. കാരണം എന്റെ ഉള്ളം കൊണ്ട്, അവിടെ 23-ാമത്തെ വാക്യം പറയുന്നത്, ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ 22 ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ, നമ്മൾ ഒരു ഉദാഹരണം വചനമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷം. ഇതാണ് ശരി, ഇങ്ങനെ ജീവിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ജീവിക്കണം. നമുക്ക് ഇത്രയും പേര് കടന്നു വന്ന് വചനം പഠിക്കുന്നതുകൊണ്ട് നമ്മളെ വചനത്തെ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. വചനത്തിൽ നമ്മൾ ആനന്ദിക്കുന്നു. വചനത്തിൽ സദസ്യവാക്യത്തിലും 119 പറയുന്ന പോലെ വചനത്തിൽ രസിക്കുന്നു, പ്രമോദിക്കുന്നു, ആനന്ദിക്കുന്നു. വചനത്തിൽ നമ്മൾ പക്ഷേ അങ്ങനെ രസിക്കുകയും സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഈ അവയവങ്ങളിൽ എന്ത് ചെയ്യുന്നു? ഈ പാപത്തിന്റെ ഒരു പ്രമാണം ചെയ്യുന്നുണ്ട്, നമ്മോട് പോരാടുന്നുണ്ട്. അത് നമ്മെ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? തെറ്റാക്കി കളയുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് വിടുവിക്കാൻ ആർക്ക് കഴിയുന്നില്ല? ന്യായപ്രമാണത്തിന് കഴിയില്ല. ന്യായപ്രമാണം നല്ലതാണ്, ന്യായപ്രമാണം വിശുദ്ധമാണ്, ന്യായപ്രമാണം ന്യായമാണ്, ന്യായപ്രമാണം ആത്മീയമാണ്, ന്യായപ്രമാണം നീതിയുള്ളതാണ്. പക്ഷെ ന്യായപ്രമാണത്തിന് എന്നെ ആത്മീയരാക്കാൻ ഞാനോ ജഡമയൻ എന്ന് പറഞ്ഞാൽ ഞാനല്ല, ആത്മീയമല്ല. ന്യായപ്രമാണം ആത്മീയമാണ്, പക്ഷെ ന്യായപ്രമാണത്തിന് എന്നെ ആത്മീയനാക്കാൻ ഞാൻ ജഡമയനാണ്. വൈരുദ്ധ്യം. എന്നെ നല്ലവൻ, ന്യായപ്രമാണം നല്ലതാണ്, പക്ഷെ എന്നെ നല്ലവനാക്കാൻ ഞാൻ ആഗ്രഹിക്കാത്ത തിന്മയാണ് ചെയ്യുന്നത്. ന്യായപ്രമാണം വിശുദ്ധമാണ്, പക്ഷെ എന്നെ വിശുദ്ധനാക്കാൻ ന്യായപ്രമാണത്തിന് സാധിക്കുന്നില്ല. അതാണ് ന്യായപ്രമാണത്തിന്റെ കഴിവില്ലായ്മ. എന്തുകൊണ്ട് ന്യായപ്രമാണത്തിൽ നിന്ന് മോചനം, നിങ്ങൾ മോചിക്കപ്പെട്ടു അല്ലെങ്കിൽ സ്വതന്ത്രരാക്കപ്പെട്ടു, അത് ന്യായപ്രമാണം തെറ്റാണെന്ന് തെറ്റല്ല. പക്ഷെ ന്യായപ്രമാണത്തിന് ആരെയും നല്ലവരാക്കാൻ ലോകത്തിലെ ഒരു നിയമത്തിനും ഒരു മതത്തിന്റെ കർമ്മമാർഗത്തിനും ഒരുവരെയും നല്ലവരാക്കാനായിട്ട് കഴിയുന്നില്ല. അവിടെയാണ് അടുത്ത വാക്യത്തിന്റെ പ്രത്യേകത. 24-ാം വാക്യം നമുക്ക് പരിചിതമായ വാക്യം എന്താണ്? ഈ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയുന്നത് മറക്കരുത്. നമ്മൾ സാധാരണ ഉദ്ധരിക്കുന്ന ഒരു മാറ്റമാണ് 24-ാം വാക്യം. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ഞാനാരാ? മനുഷ്യവർഗമാണ്. പൗലോസ് അല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. പൗലോസ് പറഞ്ഞു പൗലോസ് അരിഷ്ടനാണ്, അല്ല, മനുഷ്യവർഗത്തെയാണ് പ്രതികരിക്കുന്നത്. അയ്യോ ഞാൻ എത്ര നിസ്സഹായനായവനാണ്. എങ്ങനെയാണ് ആ വാക്യം? അയ്യോ ഞാൻ നിസ്സഹായനായ, അതായത് മരണത്തിന് അധീനമായ അധീനമായ മരണം എന്തുകൊണ്ട് വന്നേ? മേള് പറഞ്ഞു പാപം നിമിത്തം മരണം വന്നു. പാപം കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്യുന്നു. പാപം കാരണമായിട്ട് പാപത്തിന് അങ്ങനെ ഒരു കാര്യം കൊണ്ട് കൽപ്പനയാൽ ചതിക്കുകയും അനേക നാശത്തിലേക്ക് ജീവിച്ചിരിക്കെ മരിച്ചതുപോലെയും അല്ലാതെ ആത്മഹത്യ കൊലപാതകങ്ങളിലേക്ക് ഇപ്പൊ പോകുന്നതിന്റെ കാരണം അതാണ്. പാപം മനുഷ്യൻ ചെയ്യാൻ ചതിക്കുകയും കൊല്ലുകയും ചെയ്യുകയാണ്. അതിന്റെ വ്യത്യസ്തമായ തലങ്ങളിലുള്ളത് ഏറ്റവും അവസാനികമായ മരണത്തിലേക്ക്. അപ്പോൾ മരണത്തിന് അധീനമായ ഒരു ശരീരത്തിന് അതായത് ഉത്തരം പറയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതൊരു അർത്ഥവിരാമമാണ്. ബാക്കി തുടരുന്നത് 8-ാമത്തെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? യേശുക്രിസ്തു മുഖാന്തരം എന്തുണ്ട്? ന്യായപ്രമാണം നല്ലതും ആത്മീയവുമാണ്. പക്ഷെ എന്നെ നല്ലവനാക്കാനും ശുദ്ധനാക്കാനും ആത്മീയനാക്കാനും ന്യായപ്രമാണത്തിന് കഴിയില്ല. പക്ഷെ ആർക്ക് കഴിയും? യേശുക്രിസ്തുവിന് കഴിയും. യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. എന്നെ മരണത്തിൽ നിന്നും പാപത്തിൽ നിന്നും വിടുവിക്കാൻ യേശുവിന് കഴിയും. അതാണ് 8-ാം അധ്യായം തുടർച്ചയാണ്. അധ്യായങ്ങളൊക്കെ പിന്നീട് തിരിച്ചതാണ്. എഴുതുന്ന ആൾ അധ്യായം തിരിച്ച് തിരിച്ച് എഴുതിയതല്ല. അപ്പൊ അതിന്റെ തുടർച്ചയാണ്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ശിക്ഷാർത്ഥി ന്യായപ്രമാണ ശിക്ഷ വിധിച്ചെങ്കിൽ ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്ന് നമ്മൾ മോചിതരായപ്പോൾ ന്യായപ്രമാണം വിധിച്ച ആ ശിക്ഷാവിധിയിൽ നിന്ന്, വിധി പ്രസ്താവത്തിൽ നിന്ന് നമുക്ക്
നമുക്ക് എന്നേക്കുമായിട്ട് മോചനം കിട്ടും. ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു അത് 8-ാം അധ്യായം തേജസ്കരണം. ക്രിസ്തുവിലാണോ അവനെന്തില്ല? ന്യായവിധിയില്ല, ശിക്ഷാവിധി. നമ്മൾ പണ്ടൊക്കെ വിചാരിച്ചുകൊണ്ട് എല്ലാവരും കൂട്ടി വരും അന്ത്യവിധിയിൽ എല്ലാവരും കൂട്ടി വരുന്നിട്ട് പുസ്തകമൊക്കെ തുറന്നെടുത്ത് നോക്കി ജോൺസന്റെ പേര് നിങ്ങൾ വാങ്ങി അങ്ങനെ പറയില്ല, അങ്ങനെ ഇല്ല. അങ്ങനെയുണ്ടോ? ചിന്തിച്ചു കേട്ടോ? അങ്ങനെയല്ലേ? നമ്മളെ ഭാവി എന്താ? എല്ലാവരുടെയും കൂടെയാണോ നമ്മളെ വേർപ്പിക്കുന്നത്? അല്ലല്ലോ. നമ്മളെപ്പോഴും എടുക്കും, എപ്പോ എടുക്കും? എപ്പോഴെങ്കിലും നിങ്ങൾ നിർത്തത് കഴിഞ്ഞിട്ട് പല കാര്യങ്ങളും അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവ് വരുമ്പോൾ നമ്മൾ ഉയർത്തും, കർത്താവിനോട് കൂടെ പോകും. പിന്നെ 1007 വർഷം കർത്താവിനോട് കൂടെ ആയിരിക്കും. 1007 വർഷം കഴിഞ്ഞിട്ടാണ് എത്തുന്നത്. അന്തിരി നമ്മൾ ഓൾറെഡി കർത്താവിനോട് പിന്നെ നോക്കി പിന്നെ മാറ്റി നിർത്തുന്ന പരിപാടി ഇല്ല. അത് ആർക്ക് വേണ്ടിയിട്ട് ജീവിത പുസ്തകം തുറക്കുന്നത്? നാശത്തിലേക്ക് ഓൾറെഡി ശിക്ഷ വിധിക്കപ്പെട്ടവരുടെ അതിന് സംശയമുണ്ടെങ്കിൽ തിരിച്ചു നോക്കാം. ഈ പുസ്തകത്തിൽ പേരെഴുതി കാണുന്നവരൊക്കെയും സ്വർഗ്ഗത്തിൽ പോകുന്നല്ല, പിന്നെ പേരെഴുതി കാണാത്തവര് പേരുണ്ടോന്നാ നോക്കുന്നത്. ഇല്ല, അതിന്റെ പേരില്ല. ഉള്ളവർ ഓൾറെഡി അതിന് മുമ്പേ ആരുടെ കൂടെയാ അത് പേര് നോക്കിയിട്ട് അതും ഇവൻ നമ്മുടെ കൂടെ വന്ന് അയ്യോ നീ ഇതിനകത്തല്ലോ നീ അറിയാതെ അവരുണ്ടോ? ഇല്ല. അതാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് എന്തില്ല? ശിക്ഷാവിധിയില്ല എന്ന് പറഞ്ഞാൽ നീ പൂർണ്ണത പ്രാപിക്കാൻ, സമ്പൂർണമായി ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെടാൻ എന്തിന്റെ ആവശ്യമില്ല? ന്യായപ്രമാണം അനുഷ്ഠിക്കേണ്ട ആവശ്യം ഇല്ല. അതാണ് അതിന്റെ വ്യംഗ്യം. അതിന്റെ വ്യംഗ്യമാണ്. അത് മനസ്സിലാക്കി പറഞ്ഞത്. നമ്മളത് ഓർത്തിട്ടൊന്നും അത് തിരിക്കാറ് ഒന്നും അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഇതാണ് അതിന്റെ കാര്യം. മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെയ്ത് ശിക്ഷാവിധിയിൽ നിന്ന് സമ്പൂർണമായി മോചനം പ്രാപിക്കാൻ ശ്രമിക്കേണ്ട. അതാര് ചെയ്തു? ക്രിസ്തു ചെയ്തു. ക്രിസ്തുവിലായോ അവനെന്തില്ല? ശിക്ഷാവിധിയില്ല. രണ്ടാം വാക്യം ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം എന്നുള്ള വാക്ക് ഇടരുത്. 6, 7, 8 അധ്യായങ്ങളിൽ ആവർത്തിച്ച് പറയുന്ന വാക്കാണ് സ്വാതന്ത്ര്യം. 6-ാം അധ്യായത്തിൽ എവിടുന്ന സ്വാതന്ത്ര്യം? ഉറക്കത്തിൽ ചോദിച്ചാൽ കളഞ്ഞോണം. ഇത് വീണ്ടും പറയുക. പാപത്തിന് സ്വാതന്ത്ര്യം 7-ാം അധ്യായത്തിൽ, ന്യായപ്രമാണത്തിന് സ്വാതന്ത്ര്യം 8-ാം അധ്യായത്തിൽ, ജഡത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. ജഡം ഈ 7-ാം അധ്യായം പറഞ്ഞു വന്ന കാര്യത്തെ കണ്ടിന്യൂ ചെയ്താണ് ഞാൻ പറയുന്നത്. അതാണല്ലോ ഈ മരണത്തിന് അധീനമായ എന്റെ ഈ ശരീരത്തിൽ നിന്ന് ആരെന്നെ വിടുവിക്കും? ഞാനോ ജഡമയൻ. ഞാൻ അത് ചെയ്യുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ വസിക്കുന്നില്ല. ഉള്ളം കൊണ്ട് ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ രസിക്കുന്നു, എങ്കിലും എന്റെ ജഡത്തിന്റെ എന്റെ അവയവങ്ങളിൽ പോരാടുന്ന പാപപ്രമാണത്തിന് അതെന്നെ ബദ്ധനാക്കുന്നു. അപ്പൊ ജഡമാണ് പ്രശ്നം. അതിന് പരിഹാരം വരുത്തി. ഈ ജഡത്തിന് ആരും പരിഹാരം വരുത്തി? ക്രിസ്തു പരിഹാരം. ജഡത്തിന്റെ പ്രശ്നത്തെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ കൊണ്ടല്ല, പിന്നെ എന്തുകൊണ്ടാണ്? എന്താ ഞാൻ പറയുന്നത്? ആത്മാവ് കൊണ്ട്. അതാണ് രണ്ടാം വാക്യം. അതാണ് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. കണ്ടോ? ജീവന്റെ ആത്മാവിന്റെ, ശരീരത്തിന്റെ കുഴപ്പമില്ല, അത് മരണത്തിലേക്ക് കൊണ്ടുപോകും. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്നെ മരണത്തിന്റെയും പാപത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് യേശുക്രിസ്തുവിൽ, ആ വാക്ക് പോയാൽ എല്ലാം തീർന്നു, ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം വരുത്തി.
ക്രിസ്തുവിന് സ്വാതന്ത്ര്യം വരുത്തി മരണത്തിന്റെയും പാപത്തിന്റെയും പ്രമാണത്തിൽ നിന്നും. നമ്മുടെ മേലെ എന്തില്ല? മരണത്തിനും പാപത്തിനും അധികാരം ഇല്ല. ആ പ്രമാണത്തിനും സ്വാതന്ത്ര്യം വരുത്തി ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നമ്മിൽ കൊണ്ടുപോകും. മൂന്നാം വാക്യം തന്നെ കണക്കണം. മൂന്നാം വാക്യം ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിന്. കേട്ടോ, ന്യായപ്രമാണത്തിന് കഴിവില്ലായ്മ നമ്മൾ ഹെഡിങ് കൊടുത്ത് വെറുതെ അല്ല. ന്യായപ്രമാണം നല്ലതാണ്, പക്ഷെ മനുഷ്യനെ നന്നാക്കാൻ അതിന് കഴിയുന്നില്ല. പക്ഷെ ആർക്ക് കഴിയും? ക്രിസ്തുവിന് കഴിയും. ന്യായപ്രമാണത്തിന് ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാവുന്നതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപത്തിലും ലോകത്തിന് അയച്ച പാപത്തിനും ജഡത്തിൽ ശിക്ഷ. ജഡമാണുള്ള പ്രശ്നം ആണല്ലോ. ലേഖനം എന്താ പറഞ്ഞത്? സഹോദരന്മാരെ, നിങ്ങൾ ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടപ്പിൽ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കില്ല. ജഡാഭിലാഷം പറയൂ. ആത്മാവിനും ആത്മാവിലാഷം ജഡത്തിന് വിരോധമാകുന്നു. ക്രിസ്തു പറഞ്ഞു ജഡത്തിന് വിരോധമാകുന്നു. അവൻ നിങ്ങൾ ഇച്ഛിക്കുന്നത് പ്രവർത്തിക്കാതെ വണ്ണം അവൻ നമ്മിൽ പ്രതികൂലമല്ലോ. ജഡത്തെ കുഴപ്പം. അപ്പൊ എന്ത് ചെയ്യും? ജഡം കൊണ്ട് തന്നെ പ്രശ്നം തീർക്കും. ആര്? ദൈവം. എങ്ങനെ? ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതെ സാധിപ്പാൻ ദൈവം ചെയ്യും പാപജടത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചു. പാപജടത്തിലല്ല. വാക്കുകൾ ശ്രദ്ധിക്കണം. ഒരു 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 ഉപദേശമുണ്ട്. യേശു ക്രിസ്തുവിനെ പാപം ചെയ്യാമായിരുന്നു. ഇല്ല, പറ്റില്ല. പാപജടത്തിന്റെ സാദൃശ്യത്തിലാണ്. കണ്ടാൽ ജോൺസന്റെയും ബിനോന്റെയും ഒക്കെ പോലെ ഇരിക്കുന്നു, ഇതുപോലെ തന്നെ ഇരിക്കുന്നു. പക്ഷെ ഇതെന്ത് ജഡം? അയ്യോ അയ്യോ. പക്ഷെ അതിലെത്തില്ല. പാപജടമല്ല, പാപജടത്തിന്റെ സാദൃശ്യമുണ്ട്. പാപജടം പക്ഷേ അതിനെന്താക്കി തീർന്നു? ഈ പാപത്തിന്റെ എല്ലാ കുറ്റങ്ങളും അതിൽ ചുമത്തി പാപത്തിൽ ജഡത്തെ ശിക്ഷ വിധിച്ച് നമ്മെ ശിക്ഷാവധിയിൽ നിന്ന് ഒഴിവാക്കി. ദൈവ ശിക്ഷാവധിയിൽ നിന്ന് മോചിപ്പിച്ചു. സ്തോത്രം. നാലമാക്കിയാലും കണ്ടോളൂ. ആകയാൽ ജഡത്തെ അല്ല ആത്മാവിനെ എത്ര അനുസരിച്ച് നടക്കുന്ന നമ്മെ ന്യായപ്രമാണത്തിന്റെ നീതി എന്തിനനുസരിച്ച് നടക്കുക? ആത്മാവിനെ ആത്മീക പ്രമാണത്തെ സ്വന്തമാക്കി തീർക്കുക. വീണ്ടും കർമ്മമാർഗത്തിലേക്ക് പോകുന്നവർ അപൂർണരും ദൈവകൃപയുടെ പുറത്തുള്ളവരുമാണ്. അവർക്ക് എന്തുണ്ട്? ശിക്ഷാവിധി. എന്നാൽ ദൈവകൃപയിൽ നിലനിൽക്കുന്നവർ ദൈവത്തിന്റെ സന്നിധി പൂർണ്ണരും ദൈവത്തിന് പ്രസാദമുള്ളവരുമാകിയാൽ അവരുടെ ശിക്ഷാവിധി. സ്തോത്രം ചെയ്യാം, നന്ദി പറയാം. ഈ ആത്മീയ സത്യങ്ങൾ മനസ്സിലാക്കി നമ്മെ ആരാക്കി തീർത്തിരിക്കുന്നു എന്ന് ഓർത്തുകൊണ്ട് അതിനനുസൃതമായ ആത്മീയ ജീവിതം നയിപ്പാൻ നമ്മൾ തന്നെ സമർപ്പിക്കാം. യാചിക്കാം.